വെൽക്കം ടു ഓൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് വയർമാൻ പെർമിറ്റ് ടെസ്റ്റിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ 20 ക്വസ്റ്റ്യൻ വരെ ചെയ്തു. 21ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു വൈദ്യുത ഉപകരണത്തിലുള്ള സ്റ്റാർ റേറ്റിംഗ് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇപ്പം LED ബൾബിൽ വരെ 2 സ്റ്റാർ കാണിക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പുതിയ മോഡല്, കൂടിയ വില, കൂടിയ കാര്യക്ഷമത, കൂടിയ വൈദ്യുത സുരക്ഷ, ഇവയൊന്നുമല്ല. ഇതിലേതാണ്? പുതിയ മോഡലാണോ, കൂടിയ വിലയാണോ, അതോ കൂടിയ കാര്യക്ഷമതയാണോ, കൂടിയ വൈദ്യുത സുരക്ഷയാണോ, അത് ഇതൊന്നും അല്ലാതെ വേറെ മറ്റെന്തെങ്കിലും ആണോ? അപ്പോൾ പുതിയ മോഡലല്ല നമുക്കറിയാം. മോഡൽ തന്നെയാണ് എങ്കിൽ പോലും ആ മോഡലിൽ തന്നെ മാറ്റം ഉണ്ടാവും അല്ലേ. ഇനി അതുകൊണ്ട് മാത്രം സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണമെന്നില്ല. ഇനി കൂടിയ വിലയാണോ? ചിലപ്പോൾ വില കുറഞ്ഞൊന്നും ഇരിക്കാം അല്ലേ. കൂടിയ വൈദ്യുത സുരക്ഷയാണോ? അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഇനി ഇതൊന്നും അല്ലാത്തതും അല്ല. പിന്നെ എന്തായിരിക്കും? അപ്പോൾ കൂടിയ കാര്യക്ഷമത കൂടുന്നതനുസരിച്ച്, എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? സ്റ്റാർ റേറ്റിംഗും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉത്തരം എന്താണ്? കൂടിയ കാര്യക്ഷമത. IE റൂൾ പ്രകാരം മീഡിയം വോൾട്ടേജ് പ്രതിഷ്ഠാപനം എത്രാമത്തേതാണ്? ആ റൂൾ പ്രകാരം എത്രാമത്തെ റൂളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. IE 28 ആണോ, IE 47 ആണോ, IE 54 ആണോ, IE 72 ആണോ, അത് ഇത് മറ്റേതെങ്കിലും ആണോ? ഇതിന്റെ ഉത്തരം IE 28 ആണ്. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ. DOL സ്റ്റാർട്ടറിന് പകരം സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വെച്ചാൽ മോട്ടറിൽ നിന്നുള്ള സ്റ്റാർട്ടിംഗ് കറണ്ടിന് എന്ത് സംഭവിക്കുമെന്നാണ്. ഡാഷ്. DOL സ്റ്റാർട്ടർ നമുക്കറിയാം, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറും അതുപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അപ്പോൾ സ്റ്റാർ ഡെൽറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് 3 ഫേസ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണുള്ളതാണിത് അല്ലേ. എന്താണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്നുള്ള വ്യത്യാസം എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ്. സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടും, സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയും, ഒരു മാറ്റവും ഉണ്ടാവത്തില്ല, ഇത് ചിലപ്പോൾ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്, ഇനി ഇതൊന്നുമല്ല മറ്റൊരു കാരണമാണ്. അപ്പോൾ അതിന്റെ ഉത്തരം സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാറിലേക്ക് മാറുമ്പോൾ വോൾട്ടേജ് നേരെ 1/√3 ആവും. അപ്പോൾ കറണ്ട് കുറയും. അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് കുറച്ചിട്ട് നമുക്ക് പിന്നെ ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ ഒറിജിനൽ കറണ്ടിലേക്ക് മാറും. ഓക്കെ, അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. 3000 വാട്ട്സ് ശേഷിയുള്ള ഒരു ഉപകരണം, അത് ഹീറ്ററോ എന്തോ ആവട്ടെ, അരമണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപഭോഗം ഉണ്ടാകും? 1 യൂണിറ്റ്, 1.5 യൂണിറ്റ്, 3 യൂണിറ്റ്, 2.5 യൂണിറ്റ്. നോക്കുക, ഇതിന്റെ കണക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ 1000 വാട്ട് 1 മണിക്കൂറാണ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 3000 വാട്ട് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 യൂണിറ്റ് കറണ്ട് ആവും. അപ്പം 3 യൂണിറ്റ് കറണ്ട് ആവുമെങ്കിൽ അതിനെ പകുതി സമയം എത്രയാണ്? അപ്പൊ അരമണിക്കൂർ ഉപയോഗിച്ചാലോ 3 യൂണിറ്റ് എന്നുള്ളത് 1.5 യൂണിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഉത്തരം 1.5 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു പ്രതിഷ്ഠാപനത്തിലെ പ്രധാന എർത്തിങ് സംവിധാനത്തിന്റെ തകരാറ് മൂലം ഒരു വ്യക്തിക്ക് വൈദ്യുത ആഘാതം ഏൽക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? ഒരു പ്രശ്നം, നമ്മളൊരു വീടായാലും എന്തെങ്കിലും ഒരു സർക്യൂട്ടിനകത്തേക്ക് അതിന്റെ മെയിൻ എർത്തിങ്, നമ്മൾ മെയിൻ ആയിട്ടുള്ള എർത്തിങ് സംവിധാനത്തിൽ തകരാറ് സംഭവിച്ചാൽ ആ വ്യക്തിക്ക് അതിനകത്ത് വൈദ്യുത ഷോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ശരിയായ രീതിയിലുള്ള ഐസൊലേറ്റർ പ്രതിഷ്ഠിക്കാത്തത് കൊണ്ട്, ശരിയായ എർത്തിങ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട്, ശരിയായ ഫ്യൂസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട്, MCB ഫിറ്റ് ചെയ്യാത്തത് കൊണ്ട്, ഇവയൊന്നുമല്ല. എന്തായിരിക്കാം? പ്രതിഷ്ഠാപനത്തിന്റെ പ്രധാന സംവിധാനത്തിൻ്റെതാണെങ്കിൽ അവിടെ ഇതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. ആ എർത്തിങ് സംവിധാനം ശരിയല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ മാത്രമാണ്. ഫ്യൂസ് എന്ന് പറയുന്നത് ഓവർലോഡ് ഉണ്ടാകുമ്പോൾ പോകാൻ വേണ്ടി മാത്രമാണ്. MCB എന്ന് പറയുന്നതും നമ്മൾ ഒരു പ്രത്യേക സർക്യൂട്ടിലേക്ക്, ഉപസർക്യൂട്ടിലേക്കുള്ളത് മാത്രമാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശരിയായ എർത്തിങ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു സിനിമാ തിയേറ്ററിനെ ഫോം D എന്ന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം ആർക്കാണ്? അപ്പോൾ ഒരു സിനിമാ തിയേറ്ററിന് പല ടൈപ്പ് സർട്ടിഫിക്കറ്റ്സുകൾ വാങ്ങിക്കണം. അപ്പോൾ അതിൽ ഫോം D എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കൊടുക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്?
കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSEB ലിമിറ്റഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഇവയൊന്നുമല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അതെ. അപ്പോൾ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അത് കൊടുക്കേണ്ട കാര്യമില്ല. KSEBക്ക് ഇതിന് യാതൊരു റോളുമില്ല. കറണ്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് മാത്രമാണ് ഇതിന്റെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ 27ാമത്തെ ചോദ്യം, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എന്നിവ അളക്കാൻ കഴിയുന്ന ഏക ഉപകരണം, അതായത് ഒറ്റ സാധനം കൊണ്ട് ഈ മൂന്നും അളക്കാൻ കഴിയണം. വോൾട്ടേജ് അളക്കണം, കറണ്ട് അളക്കണം, റെസിസ്റ്റൻസ് അളക്കണം. അതിന് ഏത് സാധനമാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കാം. വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, മൾട്ടിമീറ്റർ. ഇവയൊന്നുമല്ല. വോൾട്ട്മീറ്റർ വെച്ചാൽ നമുക്ക് വോൾട്ടേജ് മാത്രമേ അളക്കാൻ കഴിയുള്ളൂ. അമ്മീറ്റർ വെച്ചാൽ നമുക്ക് കറണ്ട് മാത്രമേ അളക്കാൻ കഴിയൂ. വാട്ട് മീറ്റർ വെച്ചാൽ നമുക്ക് പവർ മാത്രമേ അളക്കാൻ കഴിയൂ. അപ്പോൾ മൾട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അളക്കാൻ കഴിയുന്ന മീറ്റർ. ചെറിയൊരു പെട്ടി പോലെ ഇരിക്കുന്ന സാധനം നമുക്കറിയാം, മൾട്ടിമീറ്റർ. അപ്പോൾ മൾട്ടിമീറ്റർ ആണ് നമ്മുടെ ഇതിന്റെ ശരിയായ ഉത്തരം. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് തരം വയറിംഗ് കണക്ഷനിലാണ് ഒരു ലൈറ്റിനെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഒരേ സമയം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്നത്? അപ്പൊ ഇനി താഴെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പൊ ഒരു ലൈറ്റിനെ, അല്ലെങ്കിൽ ലൈറ്റോ ഫാനോ എന്തോ ആവട്ടെ, ഒരു പോയിന്റിനെ രണ്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഓൺ ചെയ്യാനും സാധിക്കണം, ഓഫ് ചെയ്യാനും സാധിക്കണം. ഒരു ലൈറ്റ് ഒരിക്കലും മറ്റേ എന്താണ് ഡിപ്പെൻഡിങ് ആവരുത്. അതിനിപ്പം ഗോഡൌൺ വയറിംഗ്, സ്റ്റെയർ കേസ് വയറിംഗ്, മാസ്റ്റർ കൺട്രോൾ വയറിംഗ്, ഹോസ്പിറ്റൽ വയറിംഗ്, ഇവയൊന്നുമല്ല. ഗോഡൌൺ വയറിംഗ് നമുക്കറിയാം എന്താണ്. ഒരു സമയത്ത് ഒരു സ്വിച്ച് ഇടുമ്പോൾ ആ ലൈറ്റ് കത്തുന്നു, രണ്ടാമത്തെ സ്വിച്ച് ഇടുമ്പോൾ ആദ്യത്തെ ലൈറ്റ് അണഞ്ഞിട്ട് രണ്ടാമത്തെ ലൈറ്റ് കത്തുന്നു, അല്ലാതെ ഇതിനെ സെപ്പറേറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ മാസ്റ്റർ കൺട്രോൾ വയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെ ബെഡ്റൂമിലൊക്കെ വയ്ക്കുന്ന സ്വിച്ചാണ്. ഒരു സ്വിച്ച് ഇടുമ്പോൾ തന്നെ പുറത്തെ എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് ഓണാവുന്നതാണ്. ഇനി ഹോസ്പിറ്റൽ വയറിംഗ് എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ വാർഡിലോ ഒക്കെ രോഗിക്ക് ഒരേ സമയം തന്നെ ഡിം ലൈറ്റും ബ്രൈറ്റ് ലൈറ്റും ഒക്കെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈറ്റ് മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവയൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് വയറിംഗ് ആണ്. നമ്മുടെയൊക്കെ ബെഡ്റൂമിൽ നമ്മൾ മെയിൻ സ്വിച്ചിലും അതുപോലെ ബെഡ് സ്വിച്ചിനടുത്തും വയ്ക്കുന്നു, അല്ലെങ്കിൽ സ്റ്റെയർ കേസിന്റെ താഴെയും മുകളിലും വയ്ക്കുന്നു, അല്ലെങ്കിൽ ഹാളിനും സിറ്റ് ഔട്ടിലുമായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള വയറിംഗ്. അപ്പൊ ഇതിന് ഉത്തരം സ്റ്റെയർ കേസ് വയറിംഗ്. ഇനി അടുത്ത ചോദ്യം 29ാമത്തേത്, മനുഷ്യർക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി വയറിംഗ് ഇൻസ്റ്റലേഷനുകളിൽ പിടിപ്പിക്കേണ്ട ELCBയുടെ ട്രിപ്പിംഗ് കറണ്ട് എത്രയാണ്? ELCBക്കകത്ത് 2 ടൈപ്പ് കറണ്ടിന്റെ വ്യത്യാസമുണ്ട്. അതിനകത്ത് 40 ആംപിയർ, 63 ആംപിയർ, 100 ആംപിയർ, അങ്ങനെ സെപ്പറേറ്റ് കാണും. അതല്ലാതെ ഒരു മില്ലി ആംപിയർ കറണ്ട് അതിനകത്ത് കാണിക്കും. അത് 63 മില്ലി ആംപിയർ, 100 മില്ലി ആംപിയർ, 300 മില്ലി ആംപിയർ, 30 മില്ലി ആംപിയർ, ഇവയൊന്നുമല്ല. ഇതിന്റെ ഉത്തരം 30 മില്ലി ആംപിയർ ആണ്. ഒരു ശരാശരി മനുഷ്യന് ഷോക്ക് ഏൽപ്പിക്കാൻ തക്കവണ്ണമുള്ള വൈദ്യുത പ്രതിരോധ ശേഷി വെച്ച് നോക്കുമ്പോൾ അതിന്റെ വോൾട്ടേജ് ബൈ കറണ്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 മില്ലി ആംപിയർ കൂടുമ്പോഴാണ് ഷോക്ക് കിട്ടുന്നതെന്നാണ് നമ്മുടെ നിഗമനം. അപ്പോൾ ഇതിന്റെ ഉത്തരം 30 മില്ലി ആംപിയർ. ഓക്കെ, 30ാമത്തെയും ഇതിലെ അവസാനത്തെ ചോദ്യമാണ്. ഒരു സാധാരണ വൈദ്യുത സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട സ്റ്റാൻഡേർഡ് എർത്ത് പൈപ്പിന്റെ നീളം എത്രയാണ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതോ മറ്റുള്ളവർ ചെയ്യിക്കുന്നതൊക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഒരു വലിയ ചെറിയ കട, അങ്ങനെയുള്ള ചെറിയ ഇൻസ്റ്റലേഷനുകളിൽ നമ്മൾ എർത്തിങ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പൈപ്പ് എടുത്ത് വയ്ക്കുന്നു. അതിനകത്ത് ചിലപ്പോൾ ചിലർ കുഴിച്ചിറക്കുന്നു, ചിലർ അതിനെ അടിച്ചിറക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഒരു സ്റ്റാൻഡേർഡ് എർത്ത് പൈപ്പിന് ഒരു പ്രത്യേക ഡയമെൻഷൻ തന്നെ ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 1.5 മീറ്റർ, 2.5 മീറ്റർ, 2 മീറ്റർ, 1 മീറ്റർ, ഇവയൊന്നുമല്ല. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കേസ്, ഒരു സ്റ്റാൻഡേർഡ് എർത്ത് പൈപ്പ് എർത്തിങ്ങിന്റെ എർത്ത് ഇലക്ട്രോഡിന്റെ നീളം എന്ന ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ഡെപ്ത് ആൻഡ് 38 mm, 38 മില്ലിമീറ്റർ ഡയ. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ 4ാമത്തെ പാർട്ടിന്റെ അവസാനം എത്തിയിരിക്കുകയാണ്. 5ാമത്തെ പാർട്ട് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.